നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിലൂടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്ത വിവരം പറയാനായിട്ട്. അപ്പൊ കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ എല്ലാവരോടും ഇൻട്രസ്റ്റ് ചോദിച്ചൊരു കാര്യമാണ്. NCERT, SCERT സ്പെഷ്യൽ ബുക്സ് കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പൊ PSC എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നത്. അപ്പൊ ഈ പഠന ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അഥവാ NCERT പഠിക്കാനുള്ള അവൈലബിലിറ്റി വളരെ കുറവാണ്. എല്ലാവർക്കും അറിയാം, ഇംഗ്ലീഷ് മീഡിയത്തിലാണ് NCERT ഉള്ളത്. പുസ്തകങ്ങൾ വായിച്ചു തീർക്കാൻ തന്നെ മാസങ്ങൾ എടുക്കും. അതിനെ ഒന്ന് ലഘൂകരിക്കാനും SCERT പുതിയ ടെക്സ്റ്റ് ബുക്കും പഴയ ടെക്സ്റ്റ് ബുക്കും ഏതൊക്കെ പഠിക്കണമെന്ന് അറിയാൻ വയ്യാത്ത ഒരുപാട് പേരുണ്ട്. സ്പെഷ്യൽ ബുക്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു തരത്തിലും സ്പെഷ്യൽ ബുക്സ് അഫോർഡബിൾ അല്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട്. വാങ്ങിക്കാൻ തന്നെ ഏകദേശം എല്ലാ ടെക്സ്റ്റ് ബുക്കും കൂടെ വാങ്ങിക്കുമ്പോൾ 5000 രൂപയ്ക്ക് അകത്തെങ്കിലും ആകും. അപ്പൊ ഇതെല്ലാം കൂടെ പരിഹരിക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് ടെസ്റ്റ് സീരീസുകൾക്ക് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോം വഴി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വീഡിയോ ക്ലാസ്സസ് അല്ല, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസിന്റെ ഫസ്റ്റ് പേപ്പർ, സെക്രട്ടറി അസിസ്റ്റന്റ് ആണെങ്കിൽ ഫസ്റ്റ് പേപ്പർ, സബ് ഇൻസ്പെക്ടറിനകത്തും ജനറൽ ടോപ്പിക്സ് ഉണ്ട്. ഇതിനകത്തൊക്കെ വരുന്ന ഓരോ ടോപ്പിക്കിൽ നിന്ന് വരുന്ന NCERT, SCERT സ്പെഷ്യൽ ബുക്സിന്റെ ഓരോ ചാപ്റ്റർ വൈസ് ഉള്ള നോട്ട്സ്, അതിന്റെ PDF-കൾ, അതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ പഠിച്ചതിന് ശേഷം അറ്റൻഡ് ചെയ്യാനുള്ള ചാപ്റ്റർ വൈസ് എക്സാം സീരീസുകൾ, ശേഷം നിങ്ങൾക്ക് മുഴുവൻ ഓവറോൾ എക്സാംസ് എല്ലാ സബ്ജക്ട്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകളാണ് തരാൻ പോകുന്നത്. ഈ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ OMR പ്രിപ്പയർ ചെയ്ത്, OMR ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് വെച്ച് നിങ്ങൾക്ക് ചെയ്തു നോക്കാം. അപ്പൊ എക്സാം ആകുമ്പോഴേക്കും പ്രിലിംസ് പ്ലസ് നമ്മൾ മെയിൻസ് കൂടാണ് ഉദ്ദേശിക്കുന്നത്. മെയിൻസ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരുപാട് ചാപ്റ്റർ വൈസ് എക്സാം സീരീസുകളും അതുപോലെ ഓവറോൾ എക്സാംസും അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുകയും ചെയ്യും. പ്ലസ് ഈ പറയുന്ന സ്പെഷ്യൽ ബുക്സ്, ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്നാണ് 5 മാർക്കും ചോദിക്കുന്നത്. കേരള ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതിന്റെ PDF ഉണ്ടോ, നോട്ട്സ് ഉണ്ടോ എന്നുള്ളത്. അപ്പൊ അതിനൊരു പരിഹാരമാണ്. കേരള ഹിസ്റ്ററി വരുന്ന സമയത്ത് നമ്മളിവിടെ ഇംഗ്ലീഷ് വേർഷനും മലയാളത്തിന്റെ ടെക്സ്റ്റിന്റെ PDF-ഉം അതിന്റെ നോട്ട്സ്, ബ്രീഫ് നോട്ടും ക്വിക്ക് റീകാപ്പ്, ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ പോയിന്റ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നോട്ട്സ്, ഇതെല്ലാം പഠിച്ചിട്ട് ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കാം. ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അനലറ്റിക്സ് കാണാം. എത്രത്തോളം ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതിന് എത്രത്തോളം നിങ്ങൾ മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്, എവിടെയാണ് നിങ്ങൾ ഇനി ഇംപ്രൂവ് ചെയ്യാനുള്ളത്, എത്രത്തോളം ടെസ്റ്റ് നിങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്, ഇതിന്റെ കംപ്ലീറ്റ് അനലറ്റിക്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ 699 രൂപയ്ക്ക് ഈ ഒരു പാക്കേജ് തരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു മെയിൻസ് വരെയാണ് ഇതിന്റെ വാലിഡിറ്റി. അപ്പം നിങ്ങൾ മുന്നോട്ടുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഇപ്പൊ 2025 ഡിഗ്രി ലെവലാണ്, ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാമിനും, ഇപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, അവർക്ക് എല്ലാവർക്കും തന്നെ ഇത് വളരെയധികം ആപ്ലിക്കബിൾ ആണ്. ഇനി ഡിഗ്രി ലെവൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി ലെവലുകാർക്ക് മാത്രമല്ലല്ലോ NCERT ഇപ്പൊ ചോദിക്കുന്നത്. ഇപ്പം പോയി ഇപ്പൊ LDCക്ക് വരെ NCERT ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇതൊരു മുതൽക്കൂട്ടായിരിക്കും. ഞാൻ ഒന്നും കൂടെ എടുത്ത എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ പറയുന്നു. ഇപ്പം എല്ലാവരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് മലയാളം മീഡിയം ഇല്ലേ എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡിഗ്രി ലെവലിന് ഇപ്പം എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നത് ഇംഗ്ലീഷിലാണ്. അതിന്റെ ട്രാൻസ്ലേറ്റഡ് വേർഷൻ ആണ് PSC മലയാളത്തിൽ ഇപ്പുറത്ത് കൊടുക്കുന്നത്. പല മലയാളം ക്വസ്റ്റ്യൻസ് വായിച്ചാലും നമുക്ക് ഒരു തരത്തിലും പിടികിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ നേരെ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് വളരെ കോമ്പറ്റീഷൻ കൂടിയ ഒരു മേഖലയാണ് ഡിഗ്രി ലെവൽ എന്ന് പറയുന്നത്. ഇപ്പൊ സെക്രട്ടറി അസിസ്റ്റന്റ് ആണെങ്കിൽ പ്രിലിംസ് പാസ്സായി, മെയിൻസിന് 2 പേപ്പർ പാസ്സായി, 20 മാർക്കിന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ജോലി കിട്ടുന്നത്. അപ്പൊ ഈ ജോലി കിട്ടണം എന്നുള്ള മനസ്സോടുകൂടി ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് മാറി ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. ഇംഗ്ലീഷ് കുറച്ചൊക്കെ നിങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്യുക ആദ്യം. അത് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വായിച്ചു തുടങ്ങുക. ആ വായിച്ചു തുടങ്ങുമ്പോൾ NCERT കംപ്ലീറ്റ് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നോട്ട്സും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളെ കണ്ടിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം മുന്നിലേക്ക് വെക്കുന്നത്. ഇത് നമ്മുടെ ആദ്യത്തെ ഉദ്യമമാണ്. നമ്മൾ ഡിഗ്രി ലെവലുകാരെ ഉദ്ദേശിച്ച്, എനിക്ക് ഒരുപാട് ഡിഗ്രി ലെവൽ കുട്ടികളാണ് ഉള്ളത്, അവരെ ഉദ്ദേശിച്ചിട്ടാണ് ഒരു അഫോർഡബിൾ പ്രൈസിന് തന്നെ ഇങ്ങനെ ഒരുക്കുന്നത്. അപ്പൊ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഇനിയും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് ചോദിക്കാം. വീഡിയോ ക്ലാസ്സസ് അല്ല ഞാൻ തരുന്നത്, മെറ്റീരിയൽസ് ആണ്. നിങ്ങൾക്കുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളുടെ സമയം അനുസരിച്ച് പഠിക്കാനുള്ള മെറ്റീരിയൽസ് ആണ്. ഏകദേശം നമ്മൾ എക്സാം ആകുമ്പോഴത്തേക്കും 100-150ഓളം എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടായിരിക്കും എക്സാമിലേക്ക് പോകാൻ പോകുന്നത്. കൂട്ടത്തിൽ തന്നെ ഓർത്ത് വെച്ചേക്കുക, സ്പെഷ്യൽ ബുക്സ് എന്ന് പറയുമ്പോൾ എല്ലാ സ്പെഷ്യൽ ബുക്സും, അതായത് UPSC ലെവലിലുള്ള സ്പെഷ്യൽ ബുക്സ് ആണ് നമ്മൾ
ഇവിടെ PDF-ഉം അതുപോലെ നോട്ട്സും അതുപോലെ മോക്ക് ടെസ്റ്റുകളും ഒക്കെ തരുന്നത്. ഒരു കാര്യം കൂടെ പറയാം, ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. 10 വീക്കിന്റെ ഒരു ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. കറണ്ട് അഫയേഴ്സിന്റെ മോക്ക് ടെസ്റ്റുകളാണ്. കറണ്ട് അഫയേഴ്സിന്റെ മോക്ക് ടെസ്റ്റുകൾ ഇൻക്ലൂഡഡ് ആണ്. 2024 മുതലുള്ള കറണ്ട് അഫയേഴ്സിന്റെ മോക്ക് ടെസ്റ്റുകൾ. ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ ഇതുവരെ അത് ചെയ്തിട്ടില്ല. ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ കംപ്ലീറ്റ് നോട്ട്, അതിന്റെ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. പിന്നീട് ഞാൻ പറഞ്ഞു, സിവിക്സ് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് വെബ്സൈറ്റുകളിൽ നിന്നാണ്. ആ വെബ്സൈറ്റുകളുടെ ലിങ്കും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന MCQ ചോദ്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. അപ്പൊ മാക്സിമം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയണം എന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്ത് ചോദിക്കുക. അതുപോലെ താഴെ തന്നിരിക്കുന്ന നമ്പറിനകത്തേക്ക് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക. അതിനകത്തൊക്കെ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അവിടെ തരാം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ